അവരത് ഏത് തീരുമാനം എടുത്താലും നമ്മളെ ബാധിക്കുന്ന വിഷയമില്ല എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മാധ്യമങ്ങളെ അതല്ല. അത് SNDP യോഗം എത്രയോ വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അദ്ദേഹം അതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് SNDPക്ക് കിട്ടിയ ഒരു അംഗീകാരമാണെന്നാണ്. SNDPക്ക് അംഗീകാരം കിട്ടുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവും. ഞാൻ അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഉൾപ്പെടെ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയ എല്ലാ മലയാളികളെയും അഭിനന്ദിക്കുന്നു. അല്ലേ? എല്ലാ മലയാളികളെയും അഭിനന്ദിക്കുന്നു. നമ്മൾ ചെറിയ മനസ്സുള്ളവരാകാൻ പാടില്ല, നമ്മൾ വലിയ മനസ്സുള്ളവരാണ്. നമ്മൾ അഭിനന്ദിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇന്നൊരു വലിയ ദേശീയ പുരസ്കാരം പ്രഖ്യാപിച്ച് അത് കിട്ടിയ ആളുകൾ രാഷ്ട്രീയം കൊണ്ടാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തിനാ അവരെ അപമാനിക്കുന്നത്? അവരെ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെല്ലാം അഭിനന്ദിക്കുന്നു. ഇല്ലില്ല, അതൊന്നും തെറ്റ്. ഞങ്ങളൊന്നും അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളാരും NSSന്റെയോ SNDPയുടെയോ ക്രൈസ്തവ സംഘടനകളുടെയോ മുസ്ലിം സംഘടനകളുടെയോ ഒന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. അവരവരുടെ NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗം കൂടി എടുത്ത തീരുമാനത്തിന് ഞങ്ങൾക്ക് എന്താ കാര്യം? അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ. അല്ല, എന്നെ ഇനി എല്ലാ ദിവസവും ഒരാളെ വിമർശിക്കാനുള്ളതെല്ലാം വിമർശിച്ചല്ലോ. നമ്മളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പൊ ഞാനൊന്ന് കണ്ണാടി നോക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടാവും നമുക്കുണ്ടാകുന്ന കണ്ണാടി എന്ന് വെച്ചാൽ ആ അർത്ഥത്തിലല്ല, നമ്മുടെ മനസ്സിന്റെ കണ്ണാടി ഇങ്ങോട്ട് നോക്കണം. അവർ പറയണ പോലെ നമുക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. നമ്മളാരും വിമർശനത്തിന് അതീതരല്ല. ഒരു അസഹിഷ്ണുതയും കാട്ടാൻ പാടില്ല. ആരെങ്കിലും വിമർശിച്ച് നമ്മൾ അസഹിഷ്ണുത കാട്ടിയ നമ്മളാണ് ചെറുതായി പോകുന്നത്. ഞാൻ അവരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു മോശം വാക്കും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയില്ല. ഒറ്റ കാര്യത്തിലെ വിരോധമുള്ളൂ. വർഗീയത പറയരുത്. വർഗീയത പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല പറയും. അത് നിങ്ങൾ ഓരോ വാർത്ത കൊടുത്തിട്ട് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മളോട് വന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താ പറയണേ? നിങ്ങളിങ്ങനെ അല്ലല്ലല്ല, അതൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ക്ലിയർ ചെയ്തല്ലോ. ഒരാഴ്ച മുമ്പ് പോയി ഒരു യോഗത്തിൽ ഞാൻ പോയിട്ടുണ്ടായില്ല ഡൽഹിയില്. അത് നിങ്ങൾ പിടിച്ചില്ല. അത് നിങ്ങൾ ഇതിനു മുമ്പ് ഒരു യോഗം ഉണ്ടായിരുന്നു ഡൽഹിയില്, അതിന് ഞാൻ പോയില്ല. അത് നിങ്ങളൊരു വാർത്തയാക്കിയില്ല. എനിക്ക് അതിൽ വിഷമമുണ്ട്. അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് പരിശോധിക്കും. അദ്ദേഹം മുതിർന്ന നേതാവാണ്. അത് പരിശോധിക്കും തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ ദേശീയ നേതൃത്വവും പരിശോധിക്കും. ഞങ്ങളത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലും പെടുത്തും. ഒരു സംശയ കാര്യത്തിലില്ല. തീർച്ചയായിട്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.